ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കിഷ്കിന്ധാപുരി എന്ന മൂവിയാണ്. പ്രേതങ്ങളുള്ള സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ഗോസ്റ്റ് ടൂർ കമ്പനി നടത്തുന്ന നായകനും കൂട്ടരും. പക്ഷേ അവസാനം അവർ പോയൊരു സ്ഥലത്ത് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1989 വാലിയും അവന്റെ കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന സുവർണമായ റേഡിയോ സ്റ്റേഷനാണ് കാണിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി അവർ പരസ്പരം തങ്ങൾ ചെയ്ത മിസ്റ്റേക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആ കെട്ടിടത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നു. പേടിച്ചവർ അവിടേക്ക് പോയി നോക്കിയതും പെട്ടെന്ന് വാതിലടയുകയും ഒരു തരത്തിലുള്ള ഗ്യാസ് ആ റൂം മുഴുവൻ പരക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ്. റിവേഴ്സ് സ്വസ്തിക് ചിഹ്നത്തിലായിരുന്നു ഇവരുടെ ബോഡി എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടിരുന്നത്. ഇതെല്ലാം ഒരു ദുരാത്മാവിന്റെ പണിയാണ്. നമ്മുടെ നായകനായ രാഘവും അവന്റെ ഗേൾഫ്രണ്ട് മൈഥിലിയും കുറച്ച് സുഹൃത്തുക്കളും എല്ലാം തന്നെ ഒരു ഗോസ്റ്റ് ടൂർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഗോസ്റ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അവിടേക്ക് ടൂർ കൊണ്ടുപോകും. അങ്ങനെ അന്ന് രാത്രിയും അവരൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കൂട്ടത്തില് തിവാരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇവരുടെ മിക്ക ടൂറിലും അയാളും കൂടെ പോകാറുണ്ട്. ഇവര് ഭയങ്കര ഉടായ്പാണ്, പോകുന്നിടത്തൊന്നും പ്രേതമില്ല എന്നൊക്കെയാണ് അയാൾ എപ്പോഴും ഇവരോട് പറയുന്നത്. നമ്മുടെ നായകനായ രാഘവാകട്ടെ അവന്റെ ജീവൻ പണയം വെച്ചും മറ്റാരെയും രക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. മൃഗങ്ങളോടൊക്കെ അവന് വലിയ സ്നേഹമാണ്. ഉത്സവം നടക്കുന്ന സമയത്ത് ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞു കുരങ്ങന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ തീപിടിക്കുന്ന ഒരു കുടിലേക്ക് പോയിട്ട് ആ കുരങ്ങന്റെ ജീവൻ രക്ഷിച്ച് അതിന്റെ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടവിടുത്തെ പൂജാരിയാകട്ടെ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ചെറിയൊരു വളയിട്ട് കൊടുക്കുന്നു. മന്ത്രങ്ങൾ എഴുതിയൊരു വളയായിരുന്നു അത്. അതിനുശേഷം പിന്നീട് അവൻ മൈഥിലിയോടും കൂട്ടുകാരോടും ഒപ്പം ഗോസ്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ഇവരിങ്ങനെ ഒരു ടൂർ കമ്പനി നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ നല്ല ഉടായ്പുണ്ടായിരുന്നു. ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവർ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുമെങ്കിലും അവിടെ ഒന്നും തന്നെ പ്രേതം ഉണ്ടാകില്ല. അതിന് പകരമായിട്ട് ഇവരുടെ ടീമിലെ തന്നെ ആൾക്കാര് നേരത്തെ അവിടെ വന്ന് വേഷമൊക്കെ കെട്ടി പ്രേതങ്ങളെ പോലെ നിൽക്കും. എന്നിട്ട് ഈ കാണാൻ വരുന്ന ആൾക്കാരെ പല രീതിയിലും പേടിപ്പിക്കും. ആ പ്ലേസിലുള്ള പല സാധനങ്ങളും ഇവർ തന്നെ പല വിദ്യകൾ ഉപയോഗിച്ചിട്ട് തള്ളിയിടുകയും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് കട്ടില് പൊക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ വരുന്ന ആൾക്കാർ ചെറിയ രീതിയിൽ പേടിപ്പിക്കും. പക്ഷെ കൂട്ടത്തിൽ തിവാരി മാത്രം അത്ര പേടിക്കത്തില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ എന്തെങ്കിലും ഉടായ്പുണ്ടെന്ന് തന്നെയാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും രാഘവാകട്ടെ ആ സ്ഥലത്തെ പറ്റി ഓരോ കഥ പറയുമായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ആ പ്രേതം വന്നത്, ആരാണ് ആ പ്രേതത്തെ കൊന്നത് എന്നൊക്കെ. രാഘവന്റെയും മൈഥിലിയുടെയും വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് മോക്ഷ. ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ പുറത്തായത് കാരണം ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് ആ കുട്ടി ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ കമ്പനിയിൽ നിന്ന് അടുത്ത ടൂറിന് പോകാൻ സമയമായി. മോക്ഷയാകട്ടെ മൈഥിലിയുമായിട്ട് ബെറ്റ് വെച്ച് ജയിച്ച കാരണം അവളെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. അങ്ങനെ 12 പേരടങ്ങുന്ന സംഘം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനകത്ത് 2 ലോക്കോ പൈലറ്റ്സും ഉണ്ടായിരുന്നു. അവിടുത്തെ കമ്പനി ഓണർ പറയുന്നുണ്ട്, ഇത്തവണ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഈ ഞറക്കിലൂടെ സെലക്ട് ചെയ്താൽ മതിയെന്ന്. അതോടെ രാഘവാകെ കൺഫ്യൂഷനിലായി. കാരണം നേരത്തെ സ്ഥലം അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റൂ. ഇത്തവണ അത് പറ്റിയില്ല. ഇവർ സെലക്ട് ചെയ്യുന്ന സ്ഥലമാകട്ടെ സുവർണമായ റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ജനങ്ങൾക്കിടയിൽ അവിടെ പ്രേതങ്ങളുണ്ടെന്ന് ഓൾറെഡി ചർച്ചയുള്ളതാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് രാഘവും മൈഥിലിയും ഈ ആൾക്കാരെയും കൂട്ടി രാത്രി അവിടേക്ക് പോകുന്നു. വളരെ പഴക്കമുള്ള ആ ബിൽഡിംഗിൽ ചെല്ലുമ്പോൾ അതെന്തൊക്കെയോ മന്ത്രത്തകടുകൾ കൊണ്ട് പൂട്ടിയിരിക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. തൽക്കാലം ഇവരെ അകത്ത് കയറ്റിയെങ്കിലല്ലേ പറ്റൂ. രാഘവ് അതൊക്കെ പൊളിച്ചിട്ട് അകത്തേക്ക് കയറാൻ ആരംഭിച്ചു. ആ സമയത്ത് ആ ബിൽഡിംഗിന്റെ അടുത്തായിട്ടുള്ള റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിന്നും ഒരു ആത്മാവ് ഇവരുടെ കൂടെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി. ആൾക്കാരെല്ലാം അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ ആത്മാവ്, ഇവിടെയെങ്കിലും ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന്. മൈഥിലിക്കും രാഘവനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കാരണം ഓൾറെഡി ഇവർ നേരത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. തിവാരിയും പറയുന്നുണ്ട്, ഇവിടെ ആത്മാവൊന്നുമില്ല, ഇവര് നമ്മളെ പറ്റിക്കുക, നമുക്ക് പോകാമെന്ന്. അവിടെയുള്ള റേഡിയോസ് ഒക്കെ ഇവർ ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ വന്നതല്ലേ, നിങ്ങൾ ഓരോരുത്തരും അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ റേഡിയോസ് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ ഇവരോട് രാഘവ് പറയുന്നു. അങ്ങനെ അവർ റേഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകളെല്ലാം മിന്നി അണയാൻ തുടങ്ങി. ആ റേഡിയോയിൽ നിന്നും ഒരു പെണ്ണിന്റെ വികൃതമായ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇന്ന് ഈ റേഡിയോ സ്റ്റേഷൻ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ ഞാൻ വീണ്ടും പുനർജനിച്ചിരിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെല്ലാം തയ്യാറായിക്കോ എന്നാണ് ആ റേഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ തനിയെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതോടെ ഇവിടെ ഒരു ആത്മാവുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് രാഘവും മൈഥിലിയും ആൾക്കാരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവരുടെ വാഹനം അവിടെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ അവിടെ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തൊട്ടടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലെത്തി. അപ്പോഴേക്കും സമയം രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ആ സുവർണമായ റേഡിയോ സ്റ്റേഷനിലെ കാര്യങ്ങളെ പറ്റി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് അവിടെ ചായം കൊണ്ടുവന്ന പയ്യനാകട്ടെ വല്ലാതെ പേടിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയത്, അവിടെ പ്രേതങ്ങളുണ്ട്, അവിടെ പോയവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല, എല്ലാവരും തന്നെ മരിച്ചുപോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശുദ്ധി ചെയ്യണം, മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കണം, ഇട്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ തീ കത്തിച്ച് കളയണം, അങ്ങനെ കുറെ കർമ്മങ്ങൾ അവൻ പറയുന്നു. എന്നാൽ രാഘവനും മൈഥിലിക്കും അതൊന്നും സീരിയസ് ആയിട്ട് തോന്നിയില്ല. അവൻ ചുമ്മാ പേടിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണെന്നാണ് തോന്നിയത്. അവരതുകൊണ്ട് അത് കാര്യമാക്കിയതുമില്ല. പിന്നീട് കാണിക്കുന്നത് ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ 2 ലോക്കോ പൈലറ്റ്സ് ആ റേഡിയോ സ്റ്റേഷന്റെ ഭാഗത്തുകൂടി ട്രെയിനിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു സിഗ്നൽ വീണ് കിടക്കുന്നതും ട്രെയിൻ നിർത്തുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ എന്താ ഈ സിഗ്നൽ വീണ് കിടക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു വൃദ്ധ ഇവരുടെ വിൻഡോയുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുന്നു. ഒന്നും ചിന്തിക്കാതെ ഒരു ലോക്കോ പൈലറ്റ് ആ
ആഹാരം എടുത്ത് അവരുടെ നേരെ നീട്ടുമ്പോൾ രണ്ടാമത്തെ പൈലറ്റ് പെട്ടെന്ന് അയാളെ തടുക്കുന്നു. അത് മനുഷ്യനല്ല, ഒരു മനുഷ്യന് ഈ എഞ്ചിന്റെ ലെവലിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു, അതൊരു ആത്മാവായിരുന്നു. ആ ആത്മാവ് അവർ രണ്ടുപേരെ ആക്രമിക്കുന്നു. പിറ്റേന്ന് രാവിലെ മോക്ഷ രാഘവനെ കാണാൻ വന്ന സമയത്ത് അവളുടെ കയ്യിൽ ചെറിയൊരു പേഴ്സ് അവൻ കാണുന്നുണ്ട്. ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ തലേന്ന് ആ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഞാൻ എടുത്തതാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അതും കൊണ്ട് അവൾ സ്കൂളിലേക്ക് പോയി. ആ സമയത്ത് തിവാരി രാഘവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ പോയ ആ ഗ്രൂപ്പിലെ 2 ലോക്കോ പൈലറ്റ്സും മരിച്ചു എന്ന്. അത് കേട്ടതും രാഘവൻ ഞെട്ടിപ്പോയി. കാരണം ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവുകയാണ്. റേഡിയോ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരെല്ലാം മരിക്കും. ആ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിന്നും ലോക്കോ പൈലറ്റ്സിന്റെ ബോഡി കിട്ടി. അതും റിവേഴ്സ് ഓസ്റ്റിക് രീതിയിലായിരുന്നു കിടന്നിരുന്നത്. പോലീസുകാരെല്ലാം പോയ ശേഷം രാഘവ് അവിടെ പരിശോധിക്കാൻ പോകുമ്പോൾ ആ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ചെറിയൊരു കുഴി രൂപപ്പെടുകയും അവിടെ നിന്ന് ഒരു അസ്ഥികൂടം മണ്ണിന്റെ പുറത്തേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. അവിടെ നിന്ന് പഴയ കുറെ പത്രക്കട്ടിംഗ് ഒക്കെ അവന് കിട്ടി. സുവർണമായ റേഡിയോ സ്റ്റേഷനിലൂടെ കേൾക്കുന്ന മനോഹരമായ സൗണ്ട് ആരുടേതാണെന്നായിരുന്നു അതിലൊരു പത്രക്കട്ടിംഗിൽ ഉണ്ടായിരുന്നത്. അവിടെയുള്ള മുറികളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരിടത്തു നിന്നും 1-2 ഗ്യാസ് സിലിണ്ടേഴ്സ് അവന് കിട്ടുന്നു. പോയിസണസ് ഗ്യാസ് അടങ്ങിയിരുന്ന സിലിണ്ടേഴ്സ് ആയിരുന്നു അത്. പിന്നെ പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടോർച്ചും കിട്ടി. അവിടെയൊക്കെ തന്നെ റിവേഴ്സ് ഓസ്റ്റിക് രീതിയിലുള്ള ചിഹ്നങ്ങളുണ്ട്. ആ റേഡിയോ സ്റ്റേഷനെ പറ്റിയുള്ള ദുരൂഹതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവന്റെ ഒരു ലൈബ്രറിയിൽ പോയി പഴയ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് നോക്കുന്നു. അതിൽ നിന്ന് അവന് മനസ്സിലാകുന്നുണ്ട് ആ റേഡിയോ സ്റ്റേഷൻ നിർമ്മിച്ച ആൾക്കാരെല്ലാം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ്. മാത്രമല്ല ആ റേഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന വേദവതി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തുവെന്ന്. മരിച്ച ആൾക്കാരുടെ ബോഡിയെല്ലാം തന്നെ റിവേഴ്സ് ഓസ്റ്റിക് രീതിയിലായിരുന്നു കിടന്നിരുന്നത്. ഈ ലോകത്തോട് തന്നെയുള്ള വെറുപ്പാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും എന്നിവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്ന ഒരു റേഡിയോയിൽ നിന്നും വീണ്ടും ആ ഒരു സ്ത്രീയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇന്നത്തെ പാട്ട് ഞാൻ വീരഭദ്രനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളുടെ പേരായിരുന്നു വീരഭദ്രൻ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് അയാളാണെന്ന് രാഘവൻ ഉറപ്പായി. പെട്ടെന്ന് തന്നെ അവൻ അയാളുടെ അഡ്രസ് എടുത്ത് അയാൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. അയാൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കിലെ ജോലിക്കാരനായിരുന്നു. കുറച്ചുനാൾ മുമ്പ് അയാളുടെ വൈഫിനെ നഷ്ടപ്പെട്ട കാരണം നല്ല മദ്യപാനിയായി മാറിയിരിക്കുന്നു. വൈഫിന്റെ ആത്മാവിനെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നു വിചാരിച്ചിട്ടാണ് അയാൾ ഈ ആത്മാവുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയത് തന്നെ. മുകളിൽ നിന്നും വലിയ രീതിയിൽ ഒച്ച കേൾക്കുന്ന കണ്ടിട്ട് അയാളോട് എഞ്ചിനീയർ പറയുന്നുണ്ട് മുകളിൽ പോയി നോക്കാൻ. അങ്ങനെ അയാൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അയാളുടെ വൈഫ് സ്വന്തം തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അയാൾ കാണുന്നത്. അതല്ല ഈ റേഡിയോ സ്റ്റേഷനിലെ പ്രേതത്തിന്റെ കളിയായിരുന്നു. ആ പ്രേതം അയാളെ പേടിപ്പിച്ച് ബിൽഡിങ്ങിന്റെ താഴേക്ക് തള്ളിയിടുന്നു. രാഘവ് വരുമ്പോൾ തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന വീരഭദ്രനെയാണ് കാണുന്നത്. അയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തവും റിവേഴ്സ് ഓസ്റ്റിക് രീതിയിലായിരുന്നു കിടന്നിരുന്നത്. അതോടെ രാഘവൻ ഉറപ്പായി ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവൻ നേരെ ആ കുട്ടിയെ കണ്ടെത്തി അവന്റെ വീട്ടിലെത്തുന്നു. അവന്റെ അമ്മയാകട്ടെ രാഘവനോട് പറയുന്നുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, അവിടെ പോയവരെല്ലാം തന്നെ മരിച്ചിട്ടേ ഉള്ളൂ എന്ന്. അതിന്റെ കാരണമൊന്നും തേടി ഇവിടുത്തെ ജനങ്ങൾ പോയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ആ റേഡിയോ സ്റ്റേഷൻ തുടങ്ങുന്നത്. റേഡിയോ സ്റ്റേഷനിലേക്ക് നല്ല വോയിസ് ഉള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ സെലക്ഷൻ നടത്തി. ഈ നാട്ടിൽ തന്നെയുള്ള വേദവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവർ സെലക്ട് ചെയ്തതും. ആ പെൺകുട്ടിയുടെ സൗണ്ട് അതിമനോഹരമായിരുന്നു. ഉടനെ തന്നെ അവളുടെ വിവാഹം നടക്കാനിരുന്ന. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, അവൾ ആത്മഹത്യ ചെയ്തു. കൂടി ആ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ മരണങ്ങൾക്ക് പിന്നിലുള്ള കാരണം തേടി ആരും പോയില്ല. ആ റേഡിയോ സ്റ്റേഷനും അടച്ചുപൂട്ടി. രാഘവ് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം താൻ അന്നെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ പരിശോധിക്കുന്നു. അതിലൂടെ രാഘവന് മനസ്സിലാകുന്നുണ്ട് ആദ്യം ആ ഒരു ബിൽഡിംഗിലേക്ക് എൻ്റർ ചെയ്തത് ലോക്കോ പൈലറ്റ്സ് ആയിരുന്നു. രണ്ടാമത് ആ വീരഭദ്രനും. ആ ബിൽഡിംഗിലേക്ക് ആരൊക്കെയാണോ ആദ്യം എൻ്റർ ചെയ്തത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തതായിട്ട് ആരാ എൻ്റർ ചെയ്തെന്ന് നോക്കുമ്പോൾ അത് മോക്ഷയായിരുന്നു, ഇവരുടെ വീടിനടുത്തുള്ള ആ കൊച്ചുകുട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് അവളായിരിക്കും മരിക്കാൻ പോകുന്നത്. രാഘവ മൈഥിലിയോട് പറയുന്നുണ്ട്, നീ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം തന്നെ കൂട്ടിക്കൊണ്ട് വരണം. അവരവിടെ നിന്നും എടുത്ത് ആ റേഡിയോസും കൊണ്ടുവരണം. അവളെ ആ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് രാഘവ നേരെ മോക്ഷയുടെ അടുത്തേക്ക് പോയി. ആ സമയം മോക്ഷയെ ആ ആത്മാവ് ആക്രമിക്കുകയായിരുന്നു. അവൻ ചെന്ന് നോക്കുമ്പോൾ മോക്ഷയെ ആത്മാവ് കെട്ടിത്തൂക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവൻ അവളെ രക്ഷിച്ചു. മോക്ഷയോട് അവൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഉപദ്രവിച്ചത് ആരാണെന്ന് നീ കണ്ടുവെന്ന്. താൻ കണ്ടുവെന്നാണ് മോക്ഷ പറയുന്നത്. മോക്ഷയും കൂട്ടി അവൻ നേരെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്നു. മൈഥിലിയും അപ്പോഴേക്കും ആൾക്കാരെ എല്ലാം തന്നെ കൂട്ടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ എത്തിയ ശേഷം അവർ അവിടെ നിന്നും എടുത്ത റേഡിയോസ് എല്ലാം തന്നെ അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതോടുകൂടി ബാക്കിയുള്ളവരും വല്ലാതെ പേടിക്കാൻ തുടങ്ങി. റേഡിയോസ് എല്ലാം കത്തിച്ചിട്ട് രാഘവ് പറയുന്നുണ്ട്, ഇവിടെയുള്ള ആത്മാവ് ആരുടേതാണെന്ന് എനിക്കറിയാമെന്ന്. എന്നിട്ട് മോക്ഷയുടെ കയ്യിലുണ്ടായിരുന്ന ആ പേഴ്സ് അവൻ എടുക്കുന്നു. ആ പേഴ്സിൽ നിന്നും മോക്ഷയ്ക്ക് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു പുരുഷന്റെ ഫോട്ടോയാണ്. ഇത്രയും നേരം ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ അവരെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആ ആത്മാവ് ഒരു പുരുഷന്റേതായിരുന്നു. ആ ആത്മാവ് അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊല്ലുമെന്ന്. വികലാംഗനായ ഒരു പുരുഷനായിരുന്നു അത്. കാലുകളും കൈകളും എല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ തിരിഞ്ഞിരിക്കുന്നു. മോക്ഷയെ വീണ്ടും ഈ ആത്മാവ് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാഘവാകട്ടെ ആ ഒരു ആത്മാവിനെ വെല്ലുവിളിക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലോട്ട് വാടാ, എന്നെ കൊല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കി ആരെയും ആ ആത്മാവ് കൊല്ലുന്നതിന് മുമ്പ് തനിക്ക് നേരെ ആത്മാവ് വരാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവനങ്ങനെ പറയുന്ന കേട്ട് ആ ആത്മാവിന് ദേഷ്യം വരുന്നു. അവിടെ ഫ്രണ്ടിലുള്ള ഒരു ടവറിന്റെ മുകളിൽ ഒരു ചെറിയ റേഡിയോ ഉണ്ടായിരുന്നു. അതിലൂടെ ആ ആത്മാവ് രാഘവനെ വെല്ലുവിളിക്കുന്നു, ഇനി ഞാൻ അടുത്തതായിട്ട് നിന്നെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. രാഘവ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ സേഫ് പ്ലേസിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൻ നേരെ
നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ആൾക്കാരുടെ കേസ് ഫയൽസ് എടുക്കാനായിരുന്നു അവൻ അവിടെ ചെന്നത്. പോലീസുകാരോട് പറഞ്ഞപ്പോ അവരും പേടിയോടുകൂടിയാണ് അതെല്ലാം എടുത്തു കൊടുക്കുന്നത്. കറക്റ്റ് ആ സമയത്ത് അവിടുത്തെ കറണ്ട് പോകുന്നു. രാഘവ് അന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ടോർച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ അതും കത്തിച്ചുകൊണ്ടാണ് ഫയൽസ് ഇരിക്കുന്ന റൂമിലേക്ക് കയറിയത്. പെട്ടെന്ന് ആ ആത്മാവ് അവനെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ആ കത്തിച്ചു വെച്ച ടോർച്ചിന്റെ വെളിച്ചം ആ ആത്മാവിന്റെ നേരെ കാട്ടിയപ്പോൾ അത് പേടിച്ച് അവിടെ നിന്നും പോയി. ഈ ടോർച്ചിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവന് മനസ്സിലായി. ഈ ടോർച്ചിന്റെ വെളിച്ചം ആ ആത്മാവിനെ അകറ്റി നിർത്തുന്നുണ്ട്. ഇതുള്ളിടത്തോളം കാലം നമ്മൾ സേഫ് ആയിരിക്കുമെന്ന് രാഘവന് തോന്നാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് ആ റേഡിയോ സ്റ്റേഷനിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വേദവതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടുന്നു. അങ്ങനെ ആ അഡ്രസ്സ് തേടി അവർ വേദവതിയുടെ വീട്ടിലെത്തി. ആ പെൺകുട്ടിയുടെ മരണത്തെപ്പറ്റി ആ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് എല്ലാം തന്നെ ആ വീട്ടുകാരെടുത്ത് കാണിക്കുന്നുണ്ട്. അവളുടെ മരണത്തോടുകൂടി അവളുടെ അമ്മയ്ക്ക് ഭ്രാന്തായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് വേദവതിയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പയ്യനെ രാഘവ് ശ്രദ്ധിക്കുന്നു. ആ പയ്യന്റെ ഫോട്ടോ തന്നെയായിരുന്നു ആ പേഴ്സിൽ നിന്ന് കിട്ടിയതും ആ ആത്മാവായിട്ട് വന്നതും ആ പയ്യൻ തന്നെയാണ്. അവന്റെ പേരെന്താണെന്ന് വേദവതിയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അവന്റെ പേരെനിക്കറിയില്ല, അതറിയണമെങ്കിൽ ഈ ഫോട്ടോയിലുള്ള ഇവരെ പഠിപ്പിച്ച ഈ മാഷിനെ തേടി പോകണമെന്ന്. ആ മാഷിന്റെ പേര് ഭൂഷൺ എന്നായിരുന്നു. അങ്ങനെ ഇവർ ഭൂഷന്റെ അഡ്രസ്സ് തേടിപ്പോയി. അയാൾ ആ വികലാംഗനായ പയ്യന്റെയും വേദവതിയുടെയും കഥ പറയുകയാണ്. അവന്റെ പേര് വിശ്രവപുത്ര എന്നായിരുന്നു. ഗ്രഹണമുള്ള ദിവസമാണ് അവൻ ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ അവന്റെ കൈയും കാലുകളും എല്ലാം തന്നെ വികൃത അവസ്ഥയിലായിരുന്നു. അത് കാരണം അവന്റെ അച്ഛൻ അവനെ വെറുത്തു തുടങ്ങി. എന്നാൽ അവന്റെ അമ്മ അവനെ പൊന്നു പോലെയാണ് നോക്കിയിരുന്നത്. അവൻ ആഹാരം വാരി കൊടുക്കുന്നതും അവന്റെ കൂടെ ചെസ് കളിക്കുന്നതും അവനെ പഠിപ്പിക്കുന്നതും എല്ലാം തന്നെ അവന്റെ അമ്മയായിരുന്നു. അവന്റെ അമ്മ അവനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഒരു ദിവസം ദേഷ്യം വന്ന് അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ തല്ലുന്നു. അമ്മയെ അച്ഛൻ തല്ലിയത് അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ അച്ഛനെ ദൂരേക്ക് തള്ളിയിട്ടു. അവൻ വല്ലാതെ വയലന്റ് ആകാൻ തുടങ്ങുന്നത് കണ്ടിട്ട് അവന്റെ അമ്മയുടെ സഹോദരനാകട്ടെ അവൻ ഈ ഭൂഷന്റെ അടുത്തേക്ക് പഠിക്കാൻ പറഞ്ഞു വിട്ടു. അവന്റെ കൈയൊക്കെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന കാരണം അയാൾ സ്വസ്തിക്കിന്റെ ചിഹ്നം അവനോട് വരയ്ക്കാൻ പറഞ്ഞപ്പോ അവനത് റിവേഴ്സ് ആയിട്ടാണ് വരച്ചു വെക്കുന്നത്. അവന്റെ അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു വേദവതിയും പഠിക്കുന്നത്. ഇവരെല്ലാവരും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവരുടെ നാട്ടില് വാലി എന്ന് പറയുന്ന ഒരാള് റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു. ഈ വേദവതിയെ കെട്ടാൻ പോകുന്ന പയ്യനായിരുന്നു ഈ വാലി. റേഡിയോ സ്റ്റേഷനിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗണ്ടുള്ള ആൾക്കാരെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ബൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് വിശ്രവയ്ക്കും തനിക്ക് റേഡിയോയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നി. അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരും നിന്നെ എന്തിന്റെങ്കിലും പേരിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിനക്ക് നല്ല സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് നീ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ആ റേഡിയോ സ്റ്റേഷനിലേക്ക് നീയും ജോലിക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ അവനും അവന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. ഒരു ദിവസം റേഡിയോയിലൂടെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്, റേഡിയോ സ്റ്റേഷനിലേക്ക് തെരഞ്ഞെടുത്ത സൗണ്ട് വിശ്രവയുടേതാണെന്ന്. അതോടെ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവന്റെ അമ്മയും ഒരുപാട് ഹാപ്പി ആയിരുന്നു. എല്ലാവരും അവനെ എടുത്തുയർത്തി. പക്ഷെ പിറ്റേന്ന് നാട്ടിൽ കണ്ട പോസ്റ്റർ എല്ലാം കണ്ട് അവൻ ഞെട്ടിപ്പോയി. കാരണം റേഡിയോ സ്റ്റേഷനിലെ പുതിയ സൗണ്ട് ഇനി വേദവതിയുടേതായിരിക്കും എന്നായിരുന്നു ആ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. തന്നെ സെലക്ട് ചെയ്തിട്ട് അവസാനം ആ ഒരു ജോലി വേദവതിക്ക് കൊടുത്തത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ ആകെ ദേഷ്യത്തിലായി. അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവന്റെ അമ്മയുടെ കണ്ണുനീരായിരുന്നു. അവന് കിട്ടാതെ പോയ അവസരത്തെക്കുറിച്ച് ആലോചിച്ച് അവർ ഒരുപാട് വിഷമത്തിലായിരുന്നു. ഇതിനെപ്പറ്റി റേഡിയോ സ്റ്റേഷനിലേക്ക് ചോദിക്കാൻ പോയ അവനെ വാലിയും കൂട്ടുകാരും ബ്രൂട്ടലായിട്ട് കൊന്നുവെന്നാണ് പിന്നീട് അറിഞ്ഞതെന്ന് ഈ ഭൂഷൺ പറയുന്നു. ഈ കഥകളൊക്കെ കേട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മൈഥിലിക്ക് ശരിക്കും വിഷമം തോന്നി. ആ വിശ്രവയോട് അവർ ചെയ്തത് വളരെ ക്രൂരതയാണെന്ന് അവൾ രാഘവനോട് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു നായ കുറുക്കു ചാടുന്നുണ്ട്. പെട്ടെന്ന് അവര് വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. ആ നായ ആകട്ടെ ഒരു ശ്മശാനത്തിന്റെ അടുത്തേക്കാണ് പോയി വീണത്. രാഘവ പെട്ടെന്ന് പോയി അതിനെ എടുത്ത് അതിന് പരുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ആ ടൈമിലാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. ആ ശ്മശാനത്തില് ഇപ്പൊ ഇവർ കണ്ടിട്ട് വന്ന ഭൂഷന്റെ കല്ലറയുണ്ടായിരുന്നു. അതായത് ആ ഭൂഷൺ എന്ന് പറയുന്ന വാദ്യാര് നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. ഇവരിപ്പോൾ അയാളെ അന്വേഷിച്ചു പോയപ്പോ ഇവരോട് കഥ പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്രവയുടെ ആത്മാവാണ്. ആ ആത്മാവ് ഇവരെ വന്ന് പേടിപ്പിക്കുന്നു. ആ ടോർച്ച് അവർ ആത്മാവിന്റെ നേരെ നീട്ടുമ്പോ ആത്മാവ് പേടിച്ചു പോകുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് രാഘവ മൈഥിലിയും കൂട്ടി അവിടെ നിന്ന് ഓടുകയായിരുന്നു. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ അവൾ കാലുതന്നെ വീഴുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ടോർച്ച് താഴ്വീണ് പൊട്ടുകയും ചെയ്തു. അതോടെ ഇനി ആ ആത്മാവിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ ആത്മാവ് ഇവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. വണ്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ അവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ആ ആത്മാവ് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ആക്സിഡന്റിൽ നിന്ന് അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ ആക്സിഡന്റ് നടന്ന സമയത്ത് രാഘവന്റെ മനസ്സിലൂടെ തന്റെ അച്ഛൻ മരിച്ച സീൻസും കടന്നു വരുന്നു. ഇവനും അച്ഛനും കൂടി റോഡിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ലോറി വന്നിടിച്ചിട്ടാണ് ആക്സിഡന്റ് ആയിട്ട് അവന്റെ അച്ഛൻ മരിക്കുന്നത്. അവനന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. അതുപോലെ തനിക്ക് മൈഥിലിയെ നഷ്ടപ്പെടുമെന്ന് അവൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവന്റെ കൂട്ടുകാരൻ അവനോട് പറയുന്നുണ്ട്, ആ റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാഘവന്റെ മനസ്സിലൂടെ ചില കാര്യങ്ങൾ കടന്നു പോകുന്നു. 28 ജൂലൈയിലാണ് റേഡിയോ സ്റ്റേഷനിലേക്ക് വിശ്രവ തനിക്ക് കിട്ടേണ്ട ജോലി വേദവതിക്ക് കൊടുത്തത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പോയത്. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് 12 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ റേഡിയോ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. ഈ 12 ദിവസങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നറിയണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിശ്രവയുടെ ആത്മാവ് മൈഥിലിയെ ഉപദ്രവിക്കുന്നു. അവളുടെ ശരീരം മുഴുവൻ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞു. സൗണ്ട് ഉണ്ടാക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ആത്മാവ് അവളോട് പറയുന്നുണ്ട്, രാഘവനെ ആക്രമിക്കാൻ ഞാൻ പലതവണയും ശ്രമിച്ചു, പക്ഷേ എന്തോ ഒരു കാര്യം അവനെ രക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവന്റെ
അവന്റെ ശക്തി എന്താണെന്ന് അറിയില്ലെങ്കിലും അവന്റെ ബലഹീനത നീയാണെന്ന് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അവന് പറ്റുന്നതിന് തുല്യമാണ്. ശരിക്കും രാഘവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആ പൂജാരി അവന്റെ കയ്യിലിട്ടിരുന്ന ആ ഒരു വളയായിരുന്നു. അതിന് ദൈവിക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വിശ്രവയ്ക്ക് രാഘവനെ അധികമൊന്നും തന്നെ ഉപദ്രവിക്കാൻ പറ്റാത്തത്. എന്നാൽ വിശ്രവയുടെ ആത്മാവ് മൈഥിലിയെ കീഴ്പ്പെടുത്തുകയും അവളുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. അവിടെ എന്തൊക്കെയോ വീഴുന്ന സൗണ്ട് കേട്ട് രാഘവ ഓടിച്ചെല്ലുമ്പോ മൈഥിലി അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. അവൻ മൈഥിലിയെ അന്വേഷിച്ചു പോകുമ്പോ ഒരു ഒഴിഞ്ഞ വാർഡില് കർട്ടന്റെ പിറകിൽ അവൾ നിൽക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ കർട്ടൻ മാറ്റി നോക്കുമ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആത്മാവ് അവളുടെ ശരീരത്തിൽ കയറിയ കാരണം അവൾ മുകളിലുള്ള സൺഷെയ്ഡിലേക്ക് കയറി. അത് കാരണം രാഘവ അവളെ കണ്ടില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അവൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. വായുവിലേക്ക് ഉയർന്ന് അവൾ അവനെ ആക്രമിക്കുകയായിരുന്നു. അതോടെ അവന് മനസ്സിലായി വിശ്രമയുടെ ആത്മാവ് ഇവളെ കീഴടക്കിയെന്ന്. തന്നെ കൊല്ലാമെന്ന് അവളെ അവൻ അവിടെ ഇരുന്ന മോർഫിൻ ഇഞ്ചക്ഷൻ എടുത്ത് കുത്തി മയക്കി കടത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു രാഘവ. ആ സമയത്ത് അതുവഴി ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഒരു നഴ്സ് പോയി. അപ്പോഴവനൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അവൻ ആ റേഡിയോ സ്റ്റേഷനിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പോയിസണസ് ഗ്യാസ് അടങ്ങിയ സിലിണ്ടേഴ്സ് ആണത്. അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അത് വിതരണം ചെയ്യുന്ന കമ്പനി അവൻ കണ്ടെത്തുന്നു. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ റേഡിയോ സ്റ്റേഷനിലേക്ക് അത് വിതരണം ചെയ്തത്. അവൻ അയാളെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അയാളുടെ അനിയനായിരുന്നു വാലിയെന്നും വാലിയാണ് ആ റേഡിയോ സ്റ്റേഷൻ നടത്തിയതെന്നും. വിശ്രവയുടെ വോയിസ് സെലക്ട് ചെയ്തിട്ട് പിന്നെ വേദവതിയുടെ ഫോട്ടോ അവിടെയെല്ലാം പോസ്റ്ററിൽ അച്ചടിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സെലക്ട് ചെയ്തത് തന്നെ വേദവതിയുടെ വോയിസ് ആണ്. വിശ്രവയുടെ വോയിസ് ആരും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് രാഘവന് സത്യം മനസ്സിലാകുന്നത്. ആ ഭൂഷൺ എന്ന് പറയുന്ന വാദ്യാരുടെ വേഷത്തിൽ വന്നിരുന്ന വിശ്രവ അവരോട് പറഞ്ഞതൊക്കെ കള്ളവായിരുന്നു. അവന്റെ വോയിസ് ഈ റേഡിയോ സ്റ്റേഷനിൽ സെലക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. തന്റെ വോയിസ് സെലക്ട് ചെയ്യാത്തതിൽ ദേഷ്യം വന്ന വിശ്രവയാകട്ടെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയിട്ട് വേദവതിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവളുടെ സാരിയും ബ്ലൗസും എല്ലാം തന്നെ വലിച്ചൂരുന്നു. എന്നിട്ട് അതെല്ലാം ധരിച്ചുകൊണ്ട് അവൻ വാലിയും കൂട്ടരുള്ള ആ റൂമിലേക്ക് പോയി. വേദവതിയുടെ ഡ്രസ്സ് ഇവൻ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി. നീ അവളെ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് വാലി അവനോട് ദേഷ്യപ്പെടുമ്പോൾ അവനാകട്ടെ ഇവരെ എല്ലാവരും അടിച്ചിടുകയായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും ചേർന്നിട്ട് അവനെ പിടിച്ചൊരു കസേരയിലേക്ക് കെട്ടിയിടുന്നു. തന്റെ ഡ്രസ്സ് എല്ലാവരും ഇവൻ വലിച്ചഴിച്ച കാരണം നഗ്നയായി ആ ഗ്രാമത്തിലൂടെ ഓടിയ വേദവതിയാകട്ടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. ആ നാണക്കേട് കാരണം അവൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞ വാലിക്ക് വിശ്രവയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വെറുതെ അവനെ കൊല്ലാതെ ടോർച്ചർ ചെയ്ത് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാനിങ്. അവരവിടെ അവനെ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ കെട്ടിയിട്ടു. അവന്റെ കണ്ണിലേക്ക് വെളിച്ചം വരുന്ന രീതിയിൽ ഒരു ടോർച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ ടോർച്ചിന്റെ വെളിച്ചം കാരണം അവന് കണ്ണു തുറന്ന് നോക്കാനേ വയ്യ. മാത്രമല്ല സുന്ദരന്റെ കമ്പനിയിൽ നിന്നും ഇവർ കൊണ്ടുവന്ന ഗ്യാസ് അവിടെ തുറന്നു വിടുകയും ചെയ്യുന്നു. ആ ഗ്യാസ് മനുഷ്യനെ ഉറങ്ങാൻ അനുവദിക്കില്ലായിരുന്നു. അത്തരത്തിലുള്ളൊരു വിഷമായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ 12 ദിവസം ഉറങ്ങാതെ അവശനിലയിലായാണ് അവൻ മരിച്ചത്. അവന്റെ ഡെഡ് ബോഡി അടുത്തുള്ള റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് അവർ കുഴിച്ചിടുകയും ചെയ്തു. അവൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? അവന്റെ അമ്മ ആഗ്രഹിച്ച പോലെ അവന് റേഡിയോയിൽ ജോലി കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവന്റെ അമ്മ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ ജനിച്ച സമയത്ത് തന്നെ അവന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വിശ്രവിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവന്റെ അച്ഛൻ അവനെ വെറുത്തിരുന്നതാണ്. അവനെ സ്നേഹിക്കാനും അവനോട് സംസാരിക്കാനും ആരുമില്ലാത്ത കാരണം വസ്തുക്കളോട് അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് എല്ലാ വസ്തുക്കളോടും സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം അവനൊരു കണ്ണാടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കണ്ണാടി അവനോട് തിരിച്ചു സംസാരിക്കുന്ന പോലെ അവന് തോന്നി. അതിലവൻ അവന്റെ അമ്മയുടെ രൂപം കാണുന്നു. പിന്നെ എപ്പോഴും അവൻ ആ കണ്ണാടി എടുത്തു വെച്ച് അമ്മയെ നോക്കി സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഇത് കണ്ട് ദേഷ്യം വന്ന അവന്റെ അച്ഛനാകട്ടെ അവനെ തല്ലുകയും ആ കണ്ണാടി ദൂരേക്കെടുത്ത് എറിയുകയും ചെയ്തു. അന്നവൻ വല്ലാതെ വയലന്റായി അവന്റെ അച്ഛനെ കുത്തിക്കൊല്ലുന്നു. അങ്ങനെ കുട്ടിയായിരുന്നപ്പോഴേ തന്റെ അച്ഛനെ കൊന്നവനാണവൻ. വാലിയും കൂട്ടരും ഇവനെ കൊന്ന ശേഷം ആത്മാവായിട്ട് വന്ന് അവൻ അവരെ കൊന്നു. ആ ആത്മാവിന്റെ ശല്യം അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സ്വാമിമാരൊക്കെ വന്നിട്ട് പൂജ നടത്തിയാണ് ആ റേഡിയോ സ്റ്റേഷൻ പൂട്ടിയത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് രാഘവ സുഹൃത്തുക്കളും പോയത് തുറന്നത്. അവൻ അതേ ആൾക്കാരെ തേടി പോവുകയും ഇതിനുള്ള പരിഹാരമാർഗം ചോദിക്കുകയും ചെയ്യുന്നു. അവന്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ആ സ്വാമിയാകട്ടെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അയാൾ അവനോട് പറയുന്നുണ്ട് ആ ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ ഇഷ്ടപ്പെട്ട ചില വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ കണ്ടെത്തി നശിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിനെയും തളയ്ക്കാൻ പറ്റും. പക്ഷെ എന്തിനാണ് അവൻ തങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഘവ് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അന്ന് നിങ്ങൾ ആ റേഡിയോ സ്റ്റേഷനുള്ളിലേക്ക് കടന്നപ്പോ നിങ്ങളുടെ കൂടെ അവനും അതിനുള്ളിലേക്ക് കടന്നു. കുറെ കാലമായിട്ട് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റാതെ അവന്റെ ആത്മാവ് അതിന് ചുറ്റും നടക്കുകയായിരുന്നു. അതിനുള്ളിൽ വെച്ചിട്ട് ഇവരാകട്ടെ ആ കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ണാടിയില് കുറെ ഇഴജന്തുക്കൾ വന്നിരിക്കുന്ന കണ്ടിട്ട് അതിനെ ചവിട്ടി കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ചേർന്ന് ആ കണ്ണാടിയിലേക്ക് ചവിട്ടാൻ തുടങ്ങി. രാഘവാകട്ടെ അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അത് പൊട്ടിപ്പോയി. വിശ്രവയുടെ ആത്മാവ് നോക്കുമ്പോൾ തന്റെ അമ്മയാണ് ആ തകർന്നു കിടക്കുന്നത്. കണ്ണാടി ചില്ലുകൾ തകർന്നതോടുകൂടി തന്റെ അമ്മയെ അവർ കൊന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ എല്ലാവരെയും കൊല്ലാൻ ആ ആത്മാവ് തുനിഞ്ഞിറങ്ങിയത്. അവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 ഇമ്പോർട്ടന്റ് വസ്തുക്കൾ അത് കണ്ടെത്തി നശിപ്പിക്കണം. അതുകൊണ്ട് അത് തേടി രാഘവ് പോവുകയാണ്. ആ സമയം മറ്റു പൂജാരികളെല്ലാം ചേർന്നിട്ട് വിശ്രവയുടെ ആത്മാവ് കയറിയിരിക്കുന്ന മൈഥിലിയെ ഒരിടത്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും ചുറ്റും നിന്ന് പൂജ ചെയ്യുകയാണ്. പിറ്റേന്ന് രാവിലെ 5:15 ഗ്രഹണം ആരംഭിക്കും. ആ സമയത്ത് പവർ കൂടി. അതിനു മുന്നേ ഇവന്റെ ആത്മാവിനെ തളയ്ക്കണമായിരുന്നു. രാഘവ നേരെ ആ റേഡിയോ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമ്പോൾ അവൻ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ ചെസ് ബോർഡ് അവന് കിട്ടുന്നുണ്ട്. അതുമായിട്ട് അവന് നല്ല കണക്ഷൻ ഉള്ളതാണ്. രണ്ടാമതായിട്ട് അവൻ ഇവരോട് സംസാരിക്കുന്ന ആ ഒരു റേഡിയോ, അവിടെ ഉണ്ടായിരുന്ന ടവറിന്റെ മുകളിൽ ആ റേഡിയോ കൂടി അവൻ എടുക്കുന്നു. ഈ 2 വസ്തുക്കളും ആ സ്വാമിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. എന്നാൽ 3ാമത്തെ
മൂന്നാമത്തെ വസ്തു എത്രയൊക്കെ ആലോചിച്ചിട്ടും അവന് മനസ്സിലാകുന്നില്ല. ഈ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് അവനെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. മൈഥിലിയുടെ ശരീരത്തിലുള്ള ആ ആത്മാവ് ഇവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആ ആത്മാവ് രാഘവയെ പിടികൂടുന്ന സമയത്ത് അവന്റെ കയ്യിലെ വളയിൽ ടച്ച് ചെയ്തതോടുകൂടി അത് പേടിച്ച് പിന്മാറുന്നുണ്ട്. അപ്പോൾ രാഘവയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് ശക്തിയുണ്ടെന്ന്. അവൻ ആ വളയൂരി മൈഥിലിയുടെ കയ്യിലേക്ക് ഇട്ടു. അതോടെ മൈഥിലിയുടെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് പുറത്തു വരികയും രാഘവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. രാഘവന്റെ ശരീരത്തിൽ അത് കയറി രാഘവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവന്റെ തന്നെ രൂപം സ്വീകരിച്ച് അവനോട് പറയുന്നുണ്ട്, നീയും ഞാനും ഒരുപോലെയാണെന്ന്. ചെറുപ്പത്തിൽ നിന്റെ അച്ഛനെ കൊന്നത് നീയാണ്. അപ്പോഴാണ് ആ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവന്റെ അച്ഛന്റെ കൂടെ അവൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് താൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ആക്സിലേറ്ററിൽ അവൻ വല്ലാതെ അമർത്തിയിരുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട് ആ വണ്ടി പോയി ലോറിയിൽ ഇടിക്കുകയും അങ്ങനെയാണ് അവന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തത്. രാഘവയുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവനെ കൊല്ലാനായിരുന്നു വിശ്രവയുടെ ശ്രമം. അവന്റെ ശരീരത്തിൽ കയറി അവിടെ ഉണ്ടായിരുന്ന കണ്ണാടി ചില്ലെടുത്ത് അവന്റെ വയറ്റിൽ തന്നെ കുത്തി വിശ്രവ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ മൈഥിലി അവനോട് പറയുന്നുണ്ട്, ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനോട് നീ ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ രാഘവ സ്വബോധം വീണ്ടെടുത്ത് ആ ആത്മാവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് രാഘവയുടെ മനസ്സിലൂടെ ആ മൂന്നാമത്തെ വസ്തു എന്താണെന്ന് കടന്നുപോയി. വിശ്രവയെ കൊന്ന സമയത്ത് അവന്റെ കഴുത്തിൽ നിന്നും വീണുപോയ ഒരു ഏലസ് ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും ധരിച്ചിരുന്ന ആ ഏലസ് ആണ് അവനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാധനം. അത് അവിടെ ഒരിടത്ത് കിടക്കുന്നതും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മൈഥിലിയോട് അതുപോയി എടുത്തിട്ട് വരാൻ അവൻ പറയുകയും അങ്ങനെ മൈഥിലി അത് എടുത്തുകൊണ്ടുവന്ന് ആ സ്വാമികൾക്ക് കൊടുക്കുകയും അവർ ആ 3 വസ്തുക്കളും നശിപ്പിച്ച് കളയുകയും ചെയ്യുമ്പോഴാണ് ഈ ആത്മാവിനെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിനൊടുവിൽ രാഘവ ആ ആത്മാവിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് രാഘവാകട്ടെ മൈഥിലിയോട് ചോദിക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്ന അവനാകട്ടെ ആ കണ്ണാടിയിലൂടെയാണ് അമ്മയോട് സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് അവനിങ്ങനെ വികൃതമായിട്ട് പെരുമാറാൻ തുടങ്ങിയതും ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയതും. ആ കണ്ണാടിയിലൂടെ അവന്റെ അമ്മ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്തായിരിക്കും? അവനെ ഇങ്ങനെ ആക്കിയത് അവന്റെ അമ്മയാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ പിന്നിൽ ഇനി ഒരുപാട് ഉത്തരങ്ങൾ ബാക്കിയുണ്ട്. അതെല്ലാം കണ്ടെത്തണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.